ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദ ലാൻഡ് ഓഫ് വാരിയേഴ്സ് എന്ന സീരീസിന്റെ 5ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പത്തെ എപ്പിസോഡും സീരീസും കാണാത്തവർക്ക് വേണ്ടി പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് ബിബി ഡോങ്ങിന്റെ മാർഷൽ സോൾ ഉപയോഗിച്ച് സോൾ മാസ്റ്റേഴ്സിന്റെ എനർജി ആഗിരണം ചെയ്യുന്നതാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞത് ബിബി ഡോങ് സോൾ മാസ്റ്റേഴ്സിന്റെ എനർജി ആഗിരണം ചെയ്തത് ടാങ്സാന്റെ പോലെയുള്ള സോൾ ബോൺ ഉപയോഗിച്ചാണ് എന്നാണ്. പക്ഷേ ഒരു വ്യൂവർ ആണ് എന്നോട് പറഞ്ഞത് അത് മാർഷൽ സോൾ ആണ്, സോൾ ബോൺ അല്ല എന്ന്. ശരിയാണ്, അത് മാർഷൽ സോൾ ആണ്. ചില കാര്യങ്ങളൊക്കെ ഇതേപോലെ പെട്ടെന്ന് എനിക്ക് എന്താണോ മനസ്സിലായത് അതായിരിക്കും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ചില കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ വിട്ടുപോകുന്നുണ്ടാകും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വിട്ടുപോകുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എന്തായാലും അത് കമന്റ് വഴി ഇങ്ങനെ രേഖപ്പെടുത്തുകയാണെങ്കിൽ അടുത്ത എപ്പിസോഡിൽ ഞാൻ ഇതേപോലെ പറയുന്നതായിരിക്കും. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ടാങ്സാൻ ഫാദറിന്റെ അടുത്തേക്ക് ഓടി വന്ന് വൂവിനെ ഫീൽ ചെയ്യാൻ സാധിക്കുന്നില്ല. അവൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാകുമോ, ബ്ലൂ സിൽവർ പ്ലാന്റിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാകുമോ എന്നൊക്കെ അവൻ ആകുലപ്പെടുന്നു. എന്നാൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടാകില്ല. കാരണം അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ ബ്ലൂ സിൽവർ പ്ലാന്റ് നിന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്നാനേ. ഇത് തീർച്ചയായും അവൾ മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കുമെന്ന് ടാങ്സാന്റെ ഫാദർ പറയുന്നു. എന്തൊക്കെ വന്നാലും അത് നല്ല കാര്യമായി പോയി. നീ ചെയ്തതിനൊക്കെ ഈ പണിഷ്മെന്റ് അത്യാവശ്യമാണ്. അവൾ നിന്നോട് ഒരുപാട് വിശ്വസ്തയോടെയാണ് പ്രവർത്തിക്കുന്നത്. സ്വന്തം ജീവൻ പോലും കൊടുക്കാൻ അവൾ തയ്യാറായി. അതേപോലെ തന്നെ നീയും അവളോട് പെരുമാറണം. അതിനുശേഷം ഫാദറും അവന് പണിഷ്മെന്റ് കൊടുക്കുന്നു. കുറച്ചു നാളത്തേക്ക് സോൾ പവർ ഒന്നും ഉപയോഗിക്കരുതെന്ന്. അപ്പോ വൂവിനെ താൻ എങ്ങനെ ഫീൽ ചെയ്യുമെന്ന ആകുലതയോടെ ടാങ്സാൻ ചോദിക്കുമ്പോൾ അത് നിന്റെ മാർഷൽ സോൾ ആണ്, അതിന് സോൾ പവർ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, നിന്റെ മൈൻഡ് ഉപയോഗിച്ച് നിനക്കതൊക്കെ ഫീൽ ചെയ്യാൻ സാധിക്കുമെന്ന് ടാങ്സാന്റെ ഫാദർ പറയുന്നു. പിന്നെ അവളുടെ മിസ്സിംഗ് ആയിട്ടുള്ള ഡിവൈൻ ഹെർബ് ഡാമിങ്ങിന്റെ കൂടെ അന്വേഷിച്ച് നടക്കുന്ന വൂവിനെയാണ് കാണിക്കുന്നത്. വെള്ളത്തിന്റെ അടിയിലൊക്കെ അന്വേഷിച്ചിട്ട് അവിടെയൊന്നും അത് കണ്ടില്ല എന്ന് ഡാമിങ് വന്ന് പറയുന്നു. അപ്പോഴേക്കും എർമിങ് ആ ഡിവൈൻ ഹെർബുമായിട്ട് അവിടെ എത്തുന്നു. അത് കണ്ടു കഴിയുമ്പോൾ വൂവിന് ഒരുപാട് സന്തോഷമാകുന്നു. അതിന് അവന് സമ്മാനം നൽകുമെന്നൊക്കെ പറയുന്നു. അത് കണ്ട് ഡാമിങ് പറയുകയാണ്, ഇത് ഉപയോഗിച്ച് കൾട്ടിവേഷൻ ചെയ്യുകയാണെങ്കിൽ ആ റാഡിഷ് ഉപയോഗിച്ച് കൾട്ടിവേഷൻ ചെയ്യുന്നതിനേക്കാളും മെച്ചമുണ്ടാകും. എന്നാൽ വൂ പറയുകയാണ്, ഇത് ടാങ്സാനോടുള്ള എന്റെ സ്നേഹത്തിന്റെ തെളിവാണ്. ഇത് ഉപയോഗിച്ച് ഞാൻ ഒരിക്കലും കൾട്ടിവേഷൻ നടത്തില്ല. ഇതിനെ ജീവിതകാലം മുഴുവനും ഞാൻ പരിപാലിക്കും. അതിനുശേഷം എങ്ങനെയാണ് വൂവിന് അത് കിട്ടിയതെന്നും കാണിക്കുന്നുണ്ട്. അക്കാദമിയിൽ വെച്ച് ടാങ്സാൻ ആയിരുന്നു ആ പ്ലാന്റ് കൊണ്ടുവന്നത്. ആ പ്ലാന്റിന് പിന്നിലുള്ള കഥയും ടാങ്സാൻ പറഞ്ഞിരുന്നു. ഒരു ഫെയറി ടെയിൽ ആണെന്നാണ് പറയുന്നത്. ഒരു ചെറുപ്പക്കാരനും ഫ്ലവർ ഫെയറിയുമായിട്ട് വിവാഹിതരായി. എന്നാൽ ദൈവങ്ങൾക്ക് അത് ഇഷ്ടമായില്ല. അതുകൊണ്ട് തന്നെ ദൈവങ്ങൾ അവരെ വേർപെടുത്തി. അത് ആ ചെറുപ്പക്കാരനെ ഒരുപാട് തളർത്തി. ആ ഒരു ഡിപ്രഷനിലാണ് പിന്നീട് അയാൾ ജീവിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാൾ പറഞ്ഞത് പൂന്തോട്ടത്തിലുള്ള ഒരു പൂവ് ആ ചെറുപ്പക്കാരന്റെ ഭാര്യ തന്നെ പുനർജനിച്ചതാണെന്ന്. പിന്നീട് ആ പൂവിനെ താലോലിച്ചൊക്കെയാണ് ജീവിതവുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോയത്. അതിനിടയ്ക്ക് അദ്ദേഹത്തിന്റെ കുറെ കണ്ണുനീർ വീണു, ചോര വീണു. അങ്ങനെ രൂപപ്പെട്ടതാണ് ഈ പൂവ്. ഈ പൂവിന് അവരുടെ മാസ്റ്റേഴ്സിനെ തെരഞ്ഞെടുക്കാനാകും. അതിനുവേണ്ടി സ്നേഹിക്കുന്ന വ്യക്തിയെ ഓർത്ത് ഒരു തുള്ളി രക്തം അതിന്മേൽ ഒഴിക്കണം. അവരുടേത് ട്രൂ ലവ് ആണെങ്കിൽ തീർച്ചയായും ആ ഫ്ലവർ അവരെ തിരഞ്ഞെടുക്കും. അതുകൊണ്ട് തന്നെ മുബായിയും ഷൂക്കിങ്ങും ഡാഷിയും ഒക്കെയാണ് ആദ്യമേ ട്രൈ ചെയ്തത്. പക്ഷെ അവർ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതിനുശേഷം ടാങ്സാൻ മുന്നോട്ട് വന്നതായിരുന്നു. പക്ഷെ അതിനു മുമ്പേ വൂ മുന്നിട്ട് ചെന്ന് ആ ടെസ്റ്റ് നടത്തി. അങ്ങനെയാണ് ആ ഫ്ലവർ തനിക്ക് കിട്ടിയതെന്ന് ഡാമിങ്ങിനോടും എർമിങ്ങിനോടും പറയുമ്പോൾ അതൊക്കെ ഫെയറി ടെയിൽ അല്ലേ എന്നാണ് അവർ പറയുന്നത്. എങ്കിലും അതുപയോഗിച്ച് കൾട്ടിവേഷൻ ചെയ്യാൻ വൂ തയ്യാറാകുന്നില്ല. എങ്കിലും അത് കൊണ്ടുപോകുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്ലവറുമായിട്ട് പോവുകയാണെങ്കിൽ പ്ലാന്റ് സോൾ ബീസ്റ്റുകളുടെ ആക്രമണം ഒന്നും ഉണ്ടാകില്ല. മാത്രമല്ല പോകുന്നതിന് മുമ്പ് ടാങ്സാനോടുള്ള ദേഷ്യം ഇപ്പോൾ മാറിയത് കൊണ്ട് തന്നെ ആ ബ്രേസ്ലെറ്റും എർമിങ്ങിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട്. ഈ ഒരു പണിഷ്മെന്റോട് കൂടി ടാങ്സാൻ അതെല്ലാം പഠിച്ചിട്ടുണ്ടാകും. ഇനി അവൻ അത് ആവർത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വൂ പോകുന്നത്. എന്നാൽ ആദ്യം ഡാമിങ്ങും എർമിങ്ങും അതിന് സമ്മതിച്ചില്ല. പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർഷൽ സോൾ ഹാളും മറ്റുള്ള സോൾ ബീസ്റ്റുകളും എല്ലാം അവളെ ആക്രമിച്ചാലോ എന്ന് ഓർത്താണ്. എന്നാൽ അതൊക്കെ താൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ അവിടെ നിന്ന് പോകുന്നത്. പിന്നെ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തി ടാങ്സാനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന ടാങ്സാന്റെ ഫാദറിനെ കാണിക്കുന്നു. എന്നാൽ ടാങ്സാന്റെ ഫാദർ അയാളുടെ ശക്തി ടാങ്സാന്റെ മേൽ പ്രയോഗിച്ചു കഴിയുമ്പോൾ അവൻ അവിടെ നിന്ന് തെന്നി വെള്ളത്തിലേക്ക് വീഴുന്നു. വെള്ളത്തിൽ വീണ് കിടക്കുന്ന അവനോട് ടാങ്സാന്റെ ഫാദർ പറയുകയാണ്, നിന്റെ ബോഡിയെ ശക്തിപ്പെടുത്തുക വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനുവേണ്ടിയാണ് ഈ ടെസ്റ്റ്. ഒരുപാട് ഇൻട്രസ്റ്റോടെ ടാങ്സാൻ വീണ്ടും അപ്പോൾ മുകളിലേക്ക് കയറുന്നു. പെട്ടെന്ന് തന്നെ ടാങ്സാന്റെ ഫാദർ ചുമച്ചു പോകുകയും പഴയ ഒരു ഓർമ്മ അയാളുടെ മനസ്സിലേക്ക് വരികയും ചെയ്യുന്നു. അന്ന് ടാങ്സാന്റെ അമ്മയായിട്ടുള്ള യിന്നും അയാളുടെ കൂടെ ഉണ്ടായിരുന്നു. ടാങ്സാന്റെ ഫാദറും ഇതേപോലെ അന്ന് വെള്ളത്തിലേക്ക് വീണിരുന്നു. അന്ന് യിൻ ഇത് കണ്ട് ഒരുപാട് ചിരിച്ചിരുന്നു. പെട്ടെന്ന് ആ ഓർമ്മകൾ വന്നതുകൊണ്ട് തന്നെ അല്പം നേരത്തേക്ക് അയാൾ ഒന്ന് ഡൗൺ ആയി പോകുന്നുണ്ടെങ്കിലും ടാങ്സാന്റെ നിർത്താതെയുള്ള പ്രാക്ടീസ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ ടാങ്സാന്റെ ഫാദർ ആവുന്നുണ്ട്. ടാങ്സാൻ അത്രയൊക്കെ കഠിനമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് കാണുമ്പോൾ ടാങ്സാന്റെ ഫാദർ ആത്മകഥം ചെയ്യുന്നുണ്ട്. എനിക്കറിയാം വൂവിനെ കാണുന്നതിന് വേണ്ടിയാണ് ഇത്ര ഹാർഡ് വർക്ക് ചെയ്ത് നീ പ്രാക്ടീസ് ചെയ്യുന്നത്. പക്ഷേ നീ അതിനനുസരിച്ച് സ്ട്രോങ് ആയില്ലെങ്കിൽ നീ ഖേദിക്കേണ്ടി വരും. അതിനുശേഷം സോൾ പവർ ഉപയോഗിച്ച്
ഉപയോഗിക്കാതെ പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടി ടാങ്സാന്റെ ഫാദർ അടുത്ത ദിവസം വുഡ് കൊണ്ട് ഒരു ഹാമർ അവന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ആ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് വെച്ചാണ് അവനെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. എന്നാൽ ആ ഹാമർ കൊണ്ട് ടാങ്സാൻ വെള്ളത്തിൽ അടിക്കുമ്പോൾ തന്നെ തെറിച്ചു പോയി വീഴുകയാണ്. അതിനുശേഷം ഫാദറിനോട് പറയുകയാണ് വലിയ രീതിയിലുള്ള പ്രതിരോധമാണ് വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഉണ്ടാവുന്നത്, അത് കൺട്രോൾ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ ടാങ്സാന്റെ ഫാദർ തന്നെ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു കൊടുക്കുന്നു. വളരെ വേഗത്തിലായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ആ ഹാമർ കൊണ്ട് വെള്ളച്ചാട്ടത്തിലൊക്കെ ടാങ്സാന്റെ ഫാദർ അടിച്ചത്. വെള്ളച്ചാട്ടത്തിന്റെ പ്രതിരോധമെല്ലാം തകർത്ത് വളരെ ഈസി ആയിട്ടായിരുന്നു ഹാമർ പല പ്രാവശ്യവും വെള്ളച്ചാട്ടത്തിന്റെ ഉള്ളിലേക്ക് പോയി വന്നത്. അവസാനം മുകളിലേക്ക് ആ ഹാമർ വീശി കഴിയുമ്പോൾ അടിയിലേക്ക് വീഴുകയായിരുന്ന വെള്ളം മുകളിലേക്ക് തന്നെ പോകുന്നു. ടാങ്സാന്റെ ഫാദർ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അവനോട് വിവരിച്ച് പറഞ്ഞു കൊടുത്തിരുന്നു എങ്ങനെയാണ് ഇതെല്ലാം ചെയ്യേണ്ടതെന്ന്. എന്നിട്ടും പിന്നീട് ടാങ്സൺ അത് ട്രൈ ചെയ്യുന്ന സമയത്ത് ആദ്യമൊക്കെ പല പ്രാവശ്യവും അവൻ തെറിച്ചു പോയി വീണിരുന്നു. എങ്കിലും കുറെ കഴിയുമ്പോൾ വെള്ളത്തിന്റെ പ്രതിരോധമെല്ലാം തകർക്കാൻ അവനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ 81 പ്രാവശ്യം അതേപോലെ വീശി കഴിഞ്ഞാൽ മാത്രമേ വെള്ളത്തിനെ മുകളിലേക്ക് ഉയർത്താൻ അവന് സാധിക്കുകയുള്ളൂ. അവന്റെ ഫാദർ കാണിച്ചു കൊടുത്ത പോലെ തന്നെ ടാങ്സാന്റെ ഫാദർ പറഞ്ഞിട്ടായിരുന്നു അവൻ റെസ്റ്റ് എടുക്കുക പോലും ചെയ്തത്. റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ടാങ്സാന്റെ കയ്യിലെ മുറിവുകളെല്ലാം ഫാദർ വച്ച് കെട്ടി കൊടുക്കുന്നുണ്ട്. ഹാമർ ഒരുപാട് നേരം ഉപയോഗിച്ചപ്പോൾ ഉണ്ടായ മുറിവുകളാണ്. അതിനുശേഷം ടാങ്സാൻ വൈൻ കുടിക്കാൻ ഒരുങ്ങുമ്പോൾ നിന്റെ മുറിവുകളൊന്നും ഉണങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ് ടാങ്സാന്റെ ഫാദർ അത് പിടിച്ചു വാങ്ങുന്നു. ടാങ്സാൻ അപ്പോൾ പറയുന്നുണ്ട് ഫാദറിന്റെയും മുറിവുകളൊന്നും ഉണങ്ങിയിട്ടില്ല എന്ന്. ടാങ്സാന്റെ ഫാദർ അപ്പോൾ പറയുന്നത് അതിന് എന്റെ ലെവൽ അല്ലല്ലോ നിന്റെ ലെവൽ എന്നാണ്. ടാങ്സാൻ അപ്പോൾ പറയുന്നുണ്ട് നമ്മുടെ മുറിവുകൾ ഉണങ്ങിയിട്ടും ഇതേപോലെ ഇരിക്കണം, ഫാദറിന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല സന്തോഷമുണ്ട്. ടാങ്സാന്റെ ഫാദർ അപ്പോൾ വൂവുമായിട്ടുള്ള കണക്ഷൻ തിരികെ വന്നോ എന്ന് ചോദിക്കുന്നു. തിരികെ വന്നു എന്ന് ടാങ്സാൻ പറയുന്നുണ്ട്. ടാങ്സാന്റെ ഫാദർ അപ്പോൾ അവനൊരു ഉപദേശം കൊടുക്കുന്നുണ്ട്. ചെയ്ത മിസ്റ്റേക്ക് വീണ്ടും ആവർത്തിക്കരുത്, വീണ്ടും അവളെ അപ്സെറ്റ് ആക്കരുത്, എന്റെ ജീവിതത്തിൽ ഉണ്ടായ മിസ്റ്റേക്ക് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ടാങ്സാൻ അപ്പോൾ ഒരുപാട് ഇൻട്രസ്റ്റോടെ ചോദിക്കുന്നുണ്ട് അച്ഛൻ അമ്മയെയും അപ്സെറ്റ് ആക്കിയോ എന്ന്. എന്നാൽ താൻ അവളെ ഒരിക്കലും അപ്സെറ്റ് ആക്കിയിട്ടില്ല, പൊന്നുപോലെയാണ് കൊണ്ടു നടന്നതെന്ന് ടാങ്സാന്റെ ഫാദർ പറയുന്നു. ടാങ്സാൻ അപ്പോൾ വിഷമത്തോടെ പറയുന്നുണ്ട് എനിക്ക് എന്റെ അമ്മയെ കാണാൻ സാധിച്ചിരുന്നില്ല, അമ്മ എങ്ങനെയാണ് ഇരിക്കുന്നത്. ടാങ്സാന്റെ ഫാദർ അപ്പോൾ ടാങ്സാന്റെ അമ്മയെ കുറിച്ച് വിവരിച്ച് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോഴേക്കും ടാങ്സാൻ ഉറങ്ങിപ്പോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ടാങ്സാനെ പോലെ തന്നെയാണ് ടാങ്സാന്റെ അമ്മ എന്നാണ് പ്രധാനമായിട്ടും പറയുന്നത്. എന്തിന് ബ്ലൂ സിൽവർ പ്ലാന്റ് പോലും അവന്റെ അമ്മയിൽ നിന്നാണ് അവന് കിട്ടിയത്. അവസാനം ഉറക്കത്തിലേക്ക് വീഴുന്നതിന് മുമ്പ് അവന്റെ അമ്മ അവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നുകൂടി പറയുന്നുണ്ട്. പിന്നെ വൂവിനെയും കാണിക്കുന്നു. വൂവും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും സ്വപ്നത്തിൽ ഇതേ സമയം അവരുടെ അമ്മയെ കാണുന്നുണ്ട്. വൂവിനെ മുടി വാരി കൊടുക്കുന്നത് പോലെയും ടാങ്സാന്റെ മുഖത്ത് വന്ന് തലോടുന്നത് പോലെയുമാണ് സ്വപ്നത്തിൽ വരുന്നത്. ടാങ്സാന്റെ ഫാദർ അപ്പോൾ ടാങ്സാന്റെ അമ്മയോട് എന്ന പോലെ പറയുന്നുണ്ട് ഇവർ ഇപ്പോഴും കുട്ടിയാണ്, ഇവനോട് ഹാർഷായിട്ട് ഞാൻ പെരുമാറുന്നത് പോലെ തോന്നുന്നുണ്ടോ. പിന്നെ കാണിക്കുന്നത് മുബായിയുടെ സഹോദരനായിട്ടുള്ള ദേവേഷിയെയും ഷൂക്കിങ്ങിന്റെ സഹോദരിയായിട്ടുള്ള ഷിയൂണിനെയുമാണ്. അവർ അവരുടെ മരണവും പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് തന്നെ വിഷം കലർത്തിയ വൈനുമായിട്ട് മുബായിയും ഷൂക്കിങ്ങും അവിടെ എത്തുന്നു. വിഷമിച്ചിരിക്കുന്ന ഷൂക്കിങ്ങിനെ കണ്ടു കഴിയുമ്പോൾ ഷിയൂൺ പറയുകയാണ് നമ്മളിൽ ഒരാൾക്ക് മാത്രമേ ജീവനോട് ഇരിക്കാൻ സാധിക്കുകയുള്ളൂ, ഞാനല്ലെങ്കിൽ നീ മരിച്ചേ മതിയാകൂ. ഞങ്ങളുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾ എപ്പോഴേ മരിച്ചാനെ, നമ്മൾ എന്നേക്കും ശത്രുക്കളാകാൻ ജനിച്ചവരാണ്. ദേവേഷിയും അത് തന്നെയാണ് മുബായിയുടെ അടുത്ത് പറയുന്നത്. മടിക്കൊന്നും വേണ്ട, അത് ചെയ്തോളൂ. എന്നാൽ മുബായ് ഒന്നും തന്നെ ചെയ്യുന്നില്ല. അംഗരക്ഷകനാകട്ടെ ടൈമായി എന്ന് പറയുന്നു. മുബായ് ഒന്നും തന്നെ ചെയ്യാതിരിക്കുന്നത് കാണുമ്പോൾ ദേവേഷി തന്നെയാണ് വിഷം കലർന്ന ആ വൈൻ എടുക്കുന്നത്. അത് ഷിയൂണിനും കൊടുത്തിട്ട് കുടിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ദേവേഷി പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല നീ എന്നെ തോൽപ്പിക്കുമെന്ന്. ഇതായിരിക്കും വിധി. നല്ല രീതിയിൽ ഭരണം നടത്തി എംപററിന്റെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കണം, നല്ല രീതിയിൽ നിന്റെ ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കണം, നമ്മുടെ സാമ്രാജ്യത്തിന്റെ ഭാവി നിന്റെ കരങ്ങളിലാണെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ആ വൈൻ കുടിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് അവരെ അടക്കം ചെയ്യുന്നതാണ്. അടക്കം ചെയ്ത് അവരെ ഒന്ന് വണങ്ങിയതിനു ശേഷം അംഗരക്ഷകരോട് അവിടുന്ന് പോകാൻ പറയുന്നു. അതിനുശേഷമാണ് മനസ്സിലാവുന്നത് മുബായിക്കും ഷൂക്കിങ്ങിനും വേറെ എന്തൊക്കെയോ പ്ലാനുകളുണ്ട്. കാരണം എല്ലാവരും പോയ ഉടനെ തന്നെ സഹോദരങ്ങളെ അടക്കം ചെയ്ത സ്ഥലം അവർ തകർക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും ആരുടെയോ പ്രസൻസ് മുബായിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ ആരെയും അവിടെ കാണുന്നില്ല. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കാണുമ്പോൾ വീണ്ടും അത് തകർക്കാൻ ശ്രമിക്കുകയും അവസാനം അത് തകർത്ത് സഹോദരങ്ങളെ രക്ഷിക്കുകയും ചെയ്യുന്നു. ഇതേ സമയം തന്നെ നേരത്തെ എന്തുകൊണ്ടാണ് മുബായും ഷൂക്കിങ്ങും അവരെ കൊല്ലണമെന്ന് തീരുമാനിച്ചതെന്ന് കാണിക്കുന്നുണ്ട്. അവരതൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഒളിഞ്ഞു നിന്ന് ഒരു സ്ത്രീ അതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു ആ സ്ത്രീ കേൾക്കുന്ന രീതിയിൽ അങ്ങനെയൊക്കെ സംസാരിച്ചത്. ആ സ്ത്രീ പോയ ഉടനെ തന്നെ ദേവേഷിയെയും ഷൂയൂണിനെയും രക്ഷിക്കുന്നതിനെ പറ്റിയാണ് അവർ പ്ലാൻ ചെയ്തത്. അവരടക്കം ചെയ്ത സ്ഥലത്ത് നിന്ന് എടുത്ത സമയത്ത് ആദ്യം അവർക്ക് ബോധം ഉണ്ടായില്ല. പിന്നീട് മുബായും ഷൂക്കിങ്ങും ചേർന്ന് അവരുടെ ശക്തി പ്രയോഗിച്ചാണ് അവർക്ക് ബോധം വന്നത്. എന്നാൽ ബോധം വന്ന ഉടനെ തന്നെ അവർ പറഞ്ഞത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത്, നിങ്ങൾക്ക് ഇതുവഴി വധശിക്ഷ വരെയും കിട്ടാം, എല്ലാവർക്കും ഇത് ദോഷകരമായിട്ടായിരിക്കും ബാധിക്കുന്നത് എന്നൊക്കെയാണ്. എന്നാൽ ഷൂക്കിങ് പറയുന്നത് വേറൊന്നുമല്ല, ഞങ്ങളെ പറ്റി കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൂരെ എവിടേക്കെങ്കിലും പോയി രക്ഷപ്പെടുകയാണ് വേണ്ടത്. അത് കേട്ട് കഴിയുമ്പോൾ ഞാൻ ഇതിന് നിന്നോട് കടപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ദേവേശി ഷൂയൂണുമായിട്ട് അവിടുന്ന് പോകുന്നു.
ഷൂക്കിംഗ് അതിനുശേഷം ആകുലതയോടെ പറയുകയാണ്, നിന്റെ ഫാദർ ഉടനെ തന്നെ ഇത് അറിയും. അപ്പോൾ മുബായ് പറയുകയാണ്, അവരെല്ലാവരും ഉടനെ തന്നെ ഇത് അറിയാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവർ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിയതിനു ശേഷമേ ഫാദർ ഇതിനെപ്പറ്റിയൊക്കെ അറിയുകയുള്ളൂ. പിന്നെ കാണിക്കുന്നത് ബിബി ഡോങ്ങിന്റെ മുന്നിൽ നിൽക്കുന്ന ഹുലീനയെയാണ്. ബിബി ഡോങ് ഹുലീനയുടെ നേരെ ഒരു ശക്തി പ്രയോഗിച്ചു കഴിയുമ്പോൾ ഹുലീനയുടെ ശക്തിയെല്ലാം അടിച്ചമർത്തപ്പെട്ടതുപോലെ ഫീൽ ചെയ്യുന്നു. അത്തരത്തിലുള്ള ശക്തികളെ ഡൊമൈനുകൾ എന്നാണ് പറയുന്നത്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഡൊമൈൻ ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഹുലീനയ്ക്കും അതുപോലെ ശക്തി വേണമെന്ന് തോന്നുന്നു. ബേബി ഡോങ് അപ്പോൾ പറയുന്നുണ്ട്, ഈ ശക്തിയുടെ ഒരു ഭാഗം മാത്രമാണ് നീ ഇപ്പോൾ കണ്ടത്. ഈ ശക്തിയുടെ ആഴം അറിയണമെങ്കിൽ നീയും ഈ ശക്തി സ്വന്തമാക്കണം. ഹുലീന അപ്പോൾ ചോദിക്കുന്നുണ്ട്, ആ ശക്തി സ്വന്തമാക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആ സ്ഥലത്തേക്ക് ഞാൻ പോണോ? എന്ത് സ്ഥലമാണെന്ന് പേര് പറയുന്നില്ല, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. ബേബി ഡോങ് ആകട്ടെ അത് കേട്ട് പറയുകയാണ്, പക്ഷേ അങ്ങോട്ടുള്ള യാത്ര വളരെ അപകടകരമാണ്. നീ ജീവനോടെ തിരിച്ചു വന്നില്ല എന്ന് തന്നെ വരാം. ഹുലീന അപ്പോൾ പറയുന്നുണ്ട്, ടാങ്സാനെ ഞാൻ കവച്ചു വെക്കണമെങ്കിൽ അങ്ങോട്ട് പോയേ മതിയാകൂ. എന്നാൽ ഹുലീന അങ്ങോട്ട് പോകണ്ട എന്നാണ് ബിബി ഡോങ്ങിന്റെ അഭിപ്രായം. കാരണം അവളെ നഷ്ടമാവുകയാണെങ്കിൽ അത് മാർഷൽ സോൾഹാളിന് വലിയ നഷ്ടമായിരിക്കുമെന്നും ഇപ്പോഴേ അവൾ ടാങ്സാനേക്കാൾ ഒരുപാട് മെച്ചപ്പെട്ട അവസ്ഥയിലാണ് എന്നുമാണ് ബിബി ഡോങ് പറയുന്നത്. എന്നാൽ ബിബി ഡോങ് പറയുന്നത് മറ്റൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലത്ത് പോയി പ്രാക്ടീസ് ചെയ്യാനാണ്, അതും ഷിയൂണിന്റെയും യാണിന്റെയും കൂടെ. എന്നാൽ അത്തരത്തിലുള്ള സ്ഥലത്ത് വെച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒരു നേട്ടവും ഉണ്ടാകില്ല എന്നാണ് ഹുലീന പറയുന്നത്. കാരണം അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ ആരെങ്കിലും ഒക്കെ ആയിട്ട് അവിടെ ഉണ്ടാകും. മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ട്രെയിനിങ് ആണ് എനിക്കിപ്പോൾ വേണ്ടത്. എന്നാൽ മാത്രമേ എന്റെ എല്ലാ കഴിവുകളും എനിക്ക് പുറത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം ടാങ്സാനെ എന്റെ 7 അയലത്ത് പോലും എത്താനാകില്ല. ബിബി ഡോങ് അപ്പോൾ ചോദിക്കുന്നുണ്ട്, ആ ടൂർണമെന്റിന്റെ പരാജയം ഇപ്പോഴും നിന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണോ? ഹുലീന അപ്പോൾ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ശിഷ്യയാണ്. എന്റെ പരാജയം നിങ്ങളുടെ പരാജയം പോലെയാണ്. ആ നാണക്കേട് ഇനി ഉണ്ടാകാൻ ഞാൻ അനുവദിക്കില്ല. അതിനുള്ള എന്റെ ഒരു പരിഹാരമായിട്ട് ഇത് കണക്കാക്കിയാൽ മതി. ബിബി ഡോങ്ങിന് അത് കേട്ട് ഒരുപാട് സന്തോഷമാകുന്നു. ഹുലീനയെ അടുത്ത് വിളിച്ചു പറയുകയാണ്, നിന്റെ മിഷൻ വേറൊന്നുമല്ല, ജീവനോടെ തിരിച്ചു വരണം. അതെന്റെ റിക്വസ്റ്റ് കൂടിയാണ്. ശേഷം അവളെ കുറച്ചുകൂടി പവർഫുൾ ആക്കുന്നതിന് വേണ്ടി ടാങ്സാന് കൊടുത്ത വിസ്ഡം സ്കള്ളിന് സമാനമായിട്ടുള്ള മറ്റൊരു സോൾ ബോൺ ഹുലീനയ്ക്ക് കൊടുക്കുന്നു. ആദ്യം എളിമയോടെ ഹുലീന അത് വേണ്ട എന്ന് പറയുന്നുണ്ട്. എന്നാൽ ബിബി ഡോങ് പറയുകയാണ്, നീ ഇതിന് യോഗ്യയാണ്. അത് മാത്രമല്ല നീ ബിബി ഡോങ്ങിന്റെ ശിഷ്യയാണ്. അതുകൊണ്ട് ഒരു ശത്രുവിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കേണ്ടത്. ഹുലീന അതെല്ലാം ശരിവെക്കുന്നു. പിന്നീട് കാണിക്കുന്നത് കേടുപാടുകൾ സംഭവിച്ച ഒരുപാട് ഹാമറുകളാണ്. പ്രാക്ടീസ് ചെയ്ത് പല ഹാമറുകളും ഒടിഞ്ഞു പോയിട്ടുണ്ട്. ടാങ്സാൻ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവൻ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് കണ്ടാലേ അറിയാം. ടാങ്സാന്റെ ഫാദർ ആകട്ടെ ഇനിയും ഹാമേഴ്സ് വേണ്ടി വരുമെന്ന് കരുതി ഹാമേഴ്സ് ഓരോന്നായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ടാങ്സാൻ ആ ടെസ്റ്റിൽ വിജയിക്കുന്നു. ടാങ്സാന്റെ ഫാദർ ചെയ്ത അതേപോലെ തന്നെ നിലത്തേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തെ ഹാമർ ഉപയോഗിച്ച് മുകളിലേക്ക് വിടുവാൻ അവന് സാധിക്കുന്നു. ഇനി നിനക്ക് സീൽ ചെയ്തു വെച്ചിരിക്കുന്ന നിന്റെ സോൾ പവർ അൺസീൽ ചെയ്യാം. ഹോത്തിയാൻ സെക്റ്റിലുള്ളവർക്ക് മാത്രമേ ഇങ്ങനെ സോൾ പവർ സീൽ ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം അവനോട് പറയുന്നുണ്ട്, ഇനി നിനക്ക് നിന്റെ 5ാമത്തെ സോൾ റിങ് ആർജിക്കാം. ടാങ്സാന് അത് കേട്ട് ഒരുപാട് സന്തോഷമാകുന്നു. അതിനുള്ള സോൾ ബീസ്റ്റിനെയും കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ടാങ്സാന്റെ ഫാദർ പറയുകയാണ്, ചില സമയത്ത് സോൾ റിങ് ആർജിക്കുന്നതിന് വേണ്ടി കൊല്ലേണ്ട ആവശ്യമില്ല. അതിനുശേഷം അവനോട് അവിടെ ഇരിക്കാൻ പറയുന്നു. ശേഷം ഫാദർ പറയുകയാണ്, നിനക്ക് ഉടനെ തന്നെ സോൾ റിങ് ആർജിക്കാൻ സാധിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. നിന്റെ ലെവല് 50-നടുത്ത് എത്തിയിട്ടുണ്ട്. ശേഷം ബ്ലൂ സിൽവർ പ്ലാന്റിലെ മാർഷൽ സോൾ ഉപയോഗിക്കാൻ പറയുന്നു. ഹൃദയം കൊണ്ട് അത് ഫീൽ ചെയ്യാൻ പറയുന്നു. ഫാദർ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു കഴിയുമ്പോൾ ടാങ്സാൻ ചെന്നെത്തുന്നത് അവന്റെ സ്പിരിച്വൽ സീലാണ്. അവിടെ വെച്ച് ആരുടെയോ പ്രസൻസ് അവന് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരാണ് അതെന്ന് ചോദിക്കുന്നു. ഉടൻ തന്നെ ആ ശബ്ദം പറയുകയാണ്, മുന്നോട്ട് വരൂ, നീ തന്നെയാണോ ഇത്? ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഉടനെ തന്നെ ടാങ്സാൻ കണ്ണും തുറക്കുന്നു. അപ്പോഴേക്കും അവന്റെ ചുറ്റിനും ബ്ലൂ സിൽവർ പ്ലാന്റുകൾ വിടർന്നിട്ടുണ്ടായിരുന്നു. ടാങ്സാന്റെ ഫാദർ അപ്പോൾ ബ്ലൂ സിൽവർ പ്ലാന്റ് കാണിക്കുന്ന വഴിയിലൂടെ പോകാൻ പറയുന്നു. ടാങ്സാൻ അതിനുശേഷം ബ്ലൂ സിൽവർ പ്ലാന്റ് നയിക്കുന്ന ആ വഴിയിലൂടെ പോവുകയാണ്. ഇതേ സമയം തന്നെ വൂവിനെയും കാണിക്കുന്നു. വൂ ഒരു റാഡിഷ് പറിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അവിടെ ഒരു പ്ലാന്റ് ബീസ്റ്റ് അതിന് പ്രൊട്ടക്ഷൻ ആയിട്ടുണ്ട്. അതിന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി വൂ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഫ്ലവർ യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പ്ലാന്റ് ബീസ്റ്റിന്റെ ശ്രദ്ധ ആ ഫ്ലവറിലേക്ക് പോകുന്ന നേരം നോക്കി മറ്റൊരു സൈഡിലൂടെ വന്ന് വൂ ആ റാഡിഷ് പറിച്ചെടുക്കുന്നു. എന്നാൽ റാഡിഷ് പറിച്ചു കഴിയുമ്പോൾ തന്നെ പ്ലാന്റ് ബീസ്റ്റിന് അത് മനസ്സിലാവുന്നുണ്ട്. ഉടനെ തന്നെ വൂവിനെ അത് അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ സമർത്ഥമായിട്ട് വൂ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി ടെലിപ്പോർട്ട് ചെയ്തിട്ട് പറയുകയാണ്, അടുത്ത തവണ ആവശ്യമുള്ളപ്പോൾ ഞാൻ വീണ്ടും വരാം. പ്ലാന്റ് ബീസ്റ്റ് അപ്പോൾ അതിന്റെ രോഷം പ്രകടിപ്പിക്കുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. വൂവിനെ അപ്പോഴേക്കും മാർഷൽ സോൾ ഹാളിലുള്ളവരെ അവിടെ ഫീൽ ചെയ്യാൻ സാധിക്കുന്നു. ഉടനെ തന്നെ അവൾ അങ്ങോട്ട് പോകുന്നു. ടാങ്സാനെ ആകട്ടെ ബ്ലൂ സിൽവർ പ്ലാന്റ് നയിച്ചത് ഒരു പ്രത്യേക സ്ഥലത്തേക്കായിരുന്നു. അവിടെ എത്തിക്കഴിയുമ്പോൾ തന്നെ ഒരു ശബ്ദം ടാങ്സാനോട് പറയുകയാണ്, രാജാവേ, അങ്ങ് എത്തിയല്ലേ? നേരത്തെ സ്പിരിച്വൽ സീൽ വെച്ച് സംസാരിച്ച അതേ ശബ്ദം തന്നെയാണ് ഇതും. പക്ഷേ ടാങ്സാന് അത് ആരാണെന്ന് മനസ്സിലാകുന്നില്ല. പരിചയമുള്ള ഒരു ശബ്ദം പോലെ തോന്നുന്നുണ്ടെങ്കിലും ആരാണെന്ന് മനസ്സിലാവാത്തത് കൊണ്ട് നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്ലാന്റുകളിൽ നിന്ന് വലിയ ഒരു
രൂപം ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. കണ്ടാൽ അല്പം പേടിയൊക്കെ തോന്നുമെങ്കിലും ടാങ്സാനെ മൈ കിങ് എന്നായിരുന്നു അത് വിളിച്ചത്. ടാങ്സാൻ അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്നെ എന്തിനാണ് നിങ്ങൾ കിങ് എന്ന് വിളിച്ചത്? അപ്പോൾ ആ രൂപം പറയുകയാണ്, നിന്റെ ശരീരത്തിലൂടെ ഒഴുകുന്ന രക്തം എന്നെക്കാളും നോബിൾ ആയതുകൊണ്ടാണ് നിന്നെ കിങ് എന്ന് വിളിച്ചത്. ടാങ്സാൻ അപ്പോൾ വീണ്ടും പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആള് മാറിപ്പോയെന്ന്. ആ രൂപം പറയുകയാണ്, ഇല്ല, എനിക്ക് തെറ്റി പറ്റിയിട്ടില്ല. ഞാൻ ബ്ലൂ സിൽവർ പ്ലാന്റിന്റെ രാജാവാണെങ്കിൽ അങ്ങ് ബ്ലൂ സിൽവർ പ്ലാന്റിന്റെ ചക്രവർത്തിയാണ്, രാജാക്കന്മാരുടെ രാജാവാണ്. അങ്ങയുടെ ചുറ്റിനുമുള്ള ഈ ബ്ലൂ സിൽവർ പ്ലാന്റുകൾ അങ്ങയുടെ ആജ്ഞയ്ക്ക് വേണ്ടി വെമ്പൽ കൊള്ളുന്നത് മനസ്സിലാക്കുന്നില്ലേ? ടാങ്സാന് അപ്പോൾ മനസ്സിലാകുന്നു, തന്റെ അമ്മയിൽ നിന്ന് കിട്ടിയത് ബ്ലൂ സിൽവർ പ്ലാന്റ് എംപററിന്റെ ശക്തിയാണ്. ആ രൂപമാകട്ടെ വീണ്ടും പറയുകയാണ്, ബ്ലൂ സിൽവർ പ്ലാന്റ് എംപററിന്റെ ബ്ലഡ് ആണ് അങ്ങയുടെ ശരീരത്തിലൂടെ ഒഴുകുന്നത്. ഈ ലോകത്ത് ഒരാൾ മാത്രമേ അങ്ങനെ ഉണ്ടാവുകയുള്ളൂ. ടാങ്സാൻ അപ്പോൾ പറയുകയാണ്, പക്ഷേ എന്റെ ബ്ലൂ സിൽവർ പ്ലാന്റ് വളരെ വീക്ക് ആണല്ലോ. ആ രൂപം പറയുകയാണ്, അതിന് കാരണം വേറൊന്നുമല്ല, അങ്ങയുടെ ബ്ലൂ സിൽവർ പ്ലാന്റ് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ അവേക്ക് ആയിട്ടില്ല. അങ്ങ് സമ്മതിക്കുകയാണെങ്കിൽ ബ്ലൂ സിൽവർ പ്ലാന്റ് പ്രോപ്പർ ആയിട്ട് അവേക്ക് ചെയ്യാൻ ഞാൻ സഹായിക്കാം. ടാങ്സാൻ അപ്പോൾ സന്തോഷത്തോടെ ചോദിക്കുകയാണ്, അപ്പോൾ എനിക്ക് എന്റെ ബ്ലൂ സിൽവർ പ്ലാന്റിന്റെ മാർഷൽ സോള് രണ്ടാമതും അവേക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണോ പറയുന്നത്? ആ രൂപം പറയുകയാണ്, രണ്ടാമതുള്ള അവേക്കനിങ് അല്ല, പ്രോപ്പർ ആയിട്ടുള്ള അവേക്കനിങ് ഇതാണ്. ഈ കോണ്ടിനെന്റിൽ ഏറ്റവും അധികം വർഷം ജീവിക്കുന്ന ബ്ലൂ സിൽവർ പ്ലാന്റ് ഞാനാണ്. അതുകൊണ്ട് എനിക്ക് മാത്രമേ അങ്ങയുടെ ബ്ലൂ സിൽവർ പ്ലാന്റിനെ അവേക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഏറ്റവും പഴക്കമുള്ള ബ്ലൂ സിൽവർ പ്ലാന്റ് ആണ് തന്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കി ഒരുപാട് പ്രതീക്ഷയോടെ ടാങ്സാൻ ചോദിക്കുകയാണ്, അങ്ങനെയെങ്കിൽ നിനക്ക് എന്റെ അമ്മയെ അറിയാൻ പറ്റുമല്ലോ. ഇതേ സമയം തന്നെ വു മാർഷൽ സോൾ ഹാളിലെ ആളുകളുടെ അടുത്തെത്തി അവർ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ഒരു ചെറിയ മുയലിനെ പിടിച്ചിട്ടുണ്ട്. അവർ പറയുകയാണ്, ഇതിന് വെറും 1000 വർഷം മാത്രം പഴക്കമുള്ളൂ. ഇത് നമുക്ക് യൂസ്ഫുൾ അല്ല. ബുദ്ധിയില്ലാത്ത യൂസ്ലെസ് ആയിട്ടുള്ള ഈ സാധനത്തെ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അവരുടെ മാസ്റ്റർ എന്ന് തോന്നിക്കുന്ന വ്യക്തി പറയുകയാണ്, നമുക്കിതിനെ ഭക്ഷണമായിട്ട് എടുക്കാം. വൂവിന് അതെല്ലാം കേട്ട് ശരിക്കും ദേഷ്യമാകുന്നുണ്ട്. വൂവിന് ആ റാബിറ്റിനെ രക്ഷിക്കണമെന്നുണ്ട്. പക്ഷേ മാർഷൽ സോൾ ഹാളിൽ ഒരുപാട് ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് അതിന് സാധിക്കില്ല. അവർ തുടർന്ന് പറയുകയാണ്, 10,000 വർഷം പഴക്കമുള്ള റാബിറ്റുകൾക്ക് ഇൻവിസിബിൾ ആകാൻ സാധിക്കുമോ? അവർ അങ്ങനെ പറയാൻ കാരണം വേറൊന്നുമല്ല, വൂവിനെ പിടിക്കാൻ വേണ്ടി മാർഷൽ സോൾ ഹാളിൽ ഒരുപാട് ആളുകൾ അവിടെ വന്നതാണ്. പക്ഷെ ആർക്കും അവളെ പിടിക്കാനായില്ല. അപ്പോൾ അവരുടെ എല്ലാം മാസ്റ്റർ അല്ലെങ്കിൽ ലീഡർ എന്ന് തോന്നിക്കുന്ന വ്യക്തിയോട് മറ്റൊരു വ്യക്തി പറയുകയാണ്, അങ്ങേക്ക് ഹേനയുടെ ശക്തിയല്ലേ, നല്ലവണ്ണം സ്മെല്ല് ചെയ്യാൻ സാധിക്കില്ലേ? ആ ഒരു ശക്തി ഉപയോഗിച്ച് നമുക്ക് വൂവിനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അത് കേട്ട് അയാൾ ഒന്ന് പൊന്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അല്പം വീം പിടിച്ച് അയാൾ പറയുകയാണ്, എന്റെ ഈ ശക്തി ഉപയോഗിച്ച് വൂവിനെ ഞാൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിൽ നിന്ന് കിട്ടുന്ന റിവാർഡിന്റെ ഒരു ഭാഗം ഞാൻ നിങ്ങൾക്കും തരാതിരിക്കില്ല. അത് കേട്ട് മറ്റുള്ളവർക്കും സന്തോഷമാകുന്നു. അപ്പോഴേക്കും അയാൾ മറ്റുള്ളവരോട് മിണ്ടാതിരിക്കാൻ പറയുകയാണ്. കാരണം വൂവിന്റെ സ്മെല്ല് അയാൾക്ക് കിട്ടിയിരിക്കുന്നു. ഉടനെ തന്നെ വൂ അവിടുന്ന് ഓടിപ്പോവുകയാണ്. അയാളാകട്ടെ വൂവിന്റെ സ്മെല്ല് കിട്ടിയ ഭാഗത്തേക്ക് മാർഷൽ സോൾ ഹാളിലുള്ള മറ്റുള്ളവരെ നയിക്കുന്നു. വൂ വളരെ വേഗത്തിലാണ് അവിടുന്ന് ഓടിപ്പോകുന്നത്. ഹെയ്നയുടെ ശക്തിയുള്ള സോൾ മാസ്റ്റർ ആകട്ടെ കറക്റ്റ് ഡയറക്ഷനിലേക്കാണ് അവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വൂ അത് അവർക്ക് വേണ്ടി വെച്ച ഒരു ട്രാപ്പ് ആയിരുന്നു. കാരണം അവരെ വൂ കൊണ്ടുചെന്നെത്തിച്ചത് വളരെ പവർഫുള്ളും ഡേഞ്ചറസും ആയിട്ടുള്ള ആ പ്ലാന്റ് ബീസ്റ്റിന്റെ അടുത്തേക്കായിരുന്നു. പവർഫുൾ ആയിട്ടുള്ള ആ പ്ലാന്റ് ബീസ്റ്റിന്റെ ആക്രമണത്തെ അവർക്കൊന്ന് പ്രതിരോധിക്കാൻ പോലും സാധിച്ചില്ല. അതിനു മുമ്പേ പ്ലാന്റ് ബീസ്റ്റ് എല്ലാ സോൾ മാസ്റ്റേഴ്സിനെയും അകത്താക്കിയിരുന്നു. വൂവിന് അത് കണ്ട് ഒരുപാട് സന്തോഷമാവുകയും മാർഷൽ സോൾ ഹാള് അവളുടെ പുറകെ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ടാങ്സാനോടാകട്ടെ ആ രൂപം പറയുകയാണ്, എനിക്ക് ബ്ലൂ സിൽവർ പ്ലാന്റ് എംപററിനെ മാത്രമേ സെൻസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എനിക്ക് അങ്ങയുടെ അമ്മയെ അറിയില്ല. ടാങ്സാൻ ചോദിച്ച കാര്യം അറിയാത്തത് കൊണ്ട് തന്നെ ടാങ്സാനോട് ആ രൂപം ക്ഷമാപണം നടത്തുമ്പോൾ ടാങ്സാൻ പറയുകയാണ്, കുഴപ്പമില്ല, അത് നിന്റെ തെറ്റല്ല. ആ രൂപം തുടർന്ന് പറയുകയാണ്, മുമ്പത്തെ എംപറർ ഇല്ലാതായപ്പോൾ അദ്ദേഹത്തിന്റെ ഓറയും ഇല്ലാതായി. പക്ഷേ അദ്ദേഹത്തിന്റെ ബ്ലഡ് ലൈൻ ഇപ്പോഴും നിലനിൽക്കുന്നു. ഞങ്ങൾക്കിതാ പുതിയ എംപററിനെ കിട്ടിയിരിക്കുന്നു. അങ്ങേക്ക് വേണ്ടിയായിരുന്നു ഇത്രയും നാൾ ഞാൻ കാത്തിരുന്നത്. ടാങ്സാനും അത് സ്വീകരിക്കാൻ തയ്യാറാകുന്നു. താൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ആ രൂപം പറയുകയാണ്, ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് അംഗീകരിച്ചാൽ മാത്രം മതി. ഉടനെ തന്നെ ടാങ്സാൻ അതിന് സമ്മതിക്കുകയും ബ്ലൂ സിൽവർ പ്ലാന്റ് അവനെ ഗോളാകൃതിയിൽ വന്ന് പൊതിയുകയും ചെയ്യുന്നു. അതിന്റെ ഉള്ളിൽ വെച്ച് ടാങ്സാൻ അവന്റെ സ്പിരിച്വൽ സീയിലേക്ക് തന്നെയാണ് പോകുന്നത്. പക്ഷേ അവൻ ബ്ലൂ സിൽവർ പ്ലാന്റിന്റെ മുകളിലാണ് ഈ സമയം നിൽക്കുന്നത്. അവന്റെ അടുത്തേക്ക് അവന്റെ അമ്മയും വരുന്നു. അമ്മ വാത്സല്യത്തോടെ അവന്റെ മുഖത്ത് തലോടുന്ന സമയത്ത് രണ്ടുപേരും പരസ്പരം കരഞ്ഞു പോകുന്നുണ്ട്. ടാങ്സാൻ ആകട്ടെ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഇനി എന്നേക്കും എന്റെ കൂടെ നിൽക്കാമോ എന്ന്. പക്ഷേ ആ അമ്മയ്ക്ക് അവനെ വിട്ട് പോകാതിരിക്കാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ അമ്മ കരഞ്ഞു പോവുകയാണ്. അവനോട് ക്ഷമാപണം നടത്തുന്നു. അതിന്റെ അർത്ഥം വേറൊന്നുമല്ല, സാധിക്കില്ല എന്ന് തന്നെയാണ്.
ആണ്, അത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഇതേ സമയം തന്നെ ആ അമ്മ അവരുടെ കൈ കൊണ്ട് ടാങ്സാന്റെ നെറ്റിയിൽ തൊടുന്ന സമയത്ത് എന്തൊക്കെയോ ശക്തി അവന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. ബ്ലൂ സിൽവർ പ്ലാന്റിനും എന്തൊക്കെയോ പ്രത്യേകതകൾ സംഭവിക്കുന്നു. അതിന്റെ നിറം മാറി അതിന് പുറമെ ഗോൾഡൻ കളർ കൂടി വരുന്നുണ്ട്. അതിനുശേഷം ഉടനെ തന്നെ അവന്റെ അമ്മ അവിടെ നിന്ന് ദൂരേക്ക് പോകുന്നുണ്ട്. ടാങ്സാൻ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. അപ്പോഴേക്കും എംബ്രർ ആകാനുള്ള പ്രക്രിയയും കഴിഞ്ഞിരുന്നു. ടാങ്സാൻ അതിന്റെ ഉള്ളിൽ നിന്നെല്ലാം പുറത്തു വന്നപ്പോൾ ടാങ്സാൻ ആകെ മാറിപ്പോയിരുന്നു. അവന്റെ ഡ്രസ്സ് പോലും മാറിപ്പോയിരുന്നു. അതിനുശേഷം എംബ്രർ ആകാനുള്ള പ്രക്രിയ കഴിഞ്ഞുവെന്ന് ആ രൂപം പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ടാങ്സാൻ അവന്റെ ബ്ലൂ സിൽവർ പ്ലാന്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നു. അത് ശരിക്കും മാറിയിട്ടുണ്ട്. ബ്ലൂ സിൽവർ പ്ലാന്റിന്റെ മേലെ ഗോൾഡൻ കളറിലുള്ള പ്രത്യേക ആവരണവും കാണുവാൻ സാധിക്കും. ഇതോടെ ഈ എപ്പിസോഡും കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഹൈപ്പിന്റെ കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമ്മൾ ഉടൻ തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.